റാപ്പർ വേടനെതിരായ ബലാത്സംഗ പരാതിയിൽ കേസെടുത്തു. കൊച്ചി തൃക്കാക്കര പോലീസാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പരാതിക്കാരിക്കെതിരായ സൈബർ ആക്രമണത്തെ നിയമപരമായി നേരിടുമെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക പ്രതികരിച്ചു. 2021 മുതൽ 2023 വരെയുള്ള കാലയളവിൽ പലതവണയായി പീഡിപ്പിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നുമാണ് പരാതി. താനുമായുള്ള ബന്ധം ടോക്സിക് ആണെന്ന കാരണം പറഞ്ഞാണ് 2023 വേടൻ ബന്ധം ഉപേക്ഷിച്ചതെന്നും തന്നെക്കുറിച്ച് പലരോടും മോശം കാര്യങ്ങൾ പറഞ്ഞുവെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. മാനസികമായി ഏറെ തകർന്ന അവസ്ഥയിലായതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് വിശദീകരണം. വേടനുമായി നിരവധി തവണ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും യുവതി ആരോപിക്കുന്നു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചു. നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. അതേസമയം അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാനും ചിലർ ശ്രമിക്കുന്നതായി പരാതിക്കാരിയുടെ അഭിഭാഷക ആരോപിച്ചു. അപ്പോൾ അവർ നേരിട്ടത് സോഷ്യൽ മീഡിയ ലിഞ്ചിങ് നന്നായിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വീട്ടിലേക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതുവരെ നേരിട്ടത്. അപ്പം നമ്മളത് ഇന്ന് രാവിലെ തന്നെ ഒരു പത്രക്കുറിപ്പായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളും പൊതുസമൂഹവും സഹകരിക്കണം എന്നുള്ള തരത്തിൽ. നേരത്തെ മീറ്റു ആരോപണ വിധേയനായിരുന്നു വേടൻ. കഞ്ചാവ് കേസും പുലിപ്പല്ലി കേസും കെട്ടടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വേടൻ വിവാദത്തിലായിരിക്കുന്നത്. മീഡിയ 1 കൊച്ചി.